ഈ ബിസിനസിനെ കുറിച്ച് പഠിക്കാത്തവരും മനസ്സിലാക്കാത്തവരും ഇതിനെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ. ഡോണ്ട് ലിസൺ ദം. ഇതിനെക്കുറിച്ച് ട്രെയിനിങ് കിട്ടേണ്ടിയ നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ വിശ്വാസവും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങളുടെ പ്രതീക്ഷകളും ഒരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല. ബിക്കോസ് നിങ്ങളുടെ പ്രതീക്ഷയും വിശ്വാസവും നഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഭാവിയും നഷ്ടപ്പെടും. അതൊന്നു മാത്രമാണ് ഒരു മനുഷ്യനെ ജീവിക്കാൻ പോലും ജനിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം. പ്രതീക്ഷയില്ലാത്തവന് രാവിലെ ഉണരാൻ പോലുമുള്ള കഴിവുണ്ടാവില്ല. കറക്റ്റോ? നിങ്ങൾ മീനും കമ്പ്യൂട്ടറൊന്നും വിൽക്കണ്ട. ഇന്ത്യയിലെ കണക്കനുസരിച്ച് ഇപ്പോ 140 കോടി ജനങ്ങൾ ഇന്ത്യയിൽ. അതിലെ 90% ജനത്തിനെ നിങ്ങൾ മാറ്റിവെച്ചോ. ബാക്കി 14 കോടി ജനങ്ങൾ നിങ്ങളെടുത്തു. ഈ 14 കോടി ജനങ്ങൾ ഒരു മാസം നിങ്ങളുടെ കയ്യിൽ നിന്ന് 4 തീപ്പെട്ടി വാങ്ങിയാൽ മതി. ടേണോർ എത്രയാണെന്നറിയോ? ഞങ്ങളെക്കാൾ വലുതായി. അടിച്ചു നോക്കിയാലേ ഒരു മാസം എല്ലാ സമയം ഇങ്ങനെ ഒരു മാസം 4 തീപ്പെട്ടി വാങ്ങിയാൽ ആഴ്ചയിൽ 1 വീതം വാങ്ങിയാൽ മതി. നിങ്ങൾ ഇപ്പൊ അടിച്ചു നോക്കിയോ, ടേണോർ 1100 കോടിക്ക് മുകളിലാണ്. അതാണ് നമ്മുടെ മാർക്കറ്റ്. ആ മാർക്കറ്റിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആ മാർക്കറ്റിലാണ് ഞാൻ നിങ്ങൾ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് ഈ മാർക്കറ്റിനെ നിങ്ങൾ ഉപയോഗിക്കണം. അല്ലാണ്ട് ഇത് ആപ്പിളിനും കിയയ്ക്കും സാംസങ്ങിനും ഹുണ്ടായിക്കും വേണ്ടി വിട്ടുകൊടുക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ ഉണ്ടാക്കണം അതുപോലത്തെ ബ്രാൻഡ്. ഇനി ബ്രാൻഡില്ലാതെ ഈ ലോകത്തൊന്നിനും ജീവിക്കാൻ പറ്റില്ല. നമ്മൾ അത്തരം പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കണം. എന്തിനാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒരു ഉപഭോക്തൃ സംസ്ഥാനമാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും സാധനങ്ങൾ കൊണ്ട് വിറ്റ്